അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മഹിബികളെ, അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കമന്റിൽ ഒട്ടനവധി വിഷയങ്ങൾ ദുആയിൽ ഓർക്കണം, ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമാണ് ക്ലാസ് എന്ന വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എന്തെല്ലാം ആരെല്ലാം കമന്റിൽ പറഞ്ഞു അതെല്ലാം അല്ലാഹു കബൂൽ ചെയ്ത് നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു മനസ്സിലാക്കട്ടെ. പ്രായമുള്ള ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് കമന്റ് ഒന്നും എഴുതാൻ അറിഞ്ഞൂടോ ഉസ്താദെ, ഞങ്ങളുടെ കൽബ് നിറച്ച് ദുആയാണ്, ഞങ്ങളുടെ ക്ലാസ്സിന്റെ കൂടെ ഉണ്ട്, ഉസ്താദിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന കട്ട സപ്പോർട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മാസവുമായി ബന്ധപ്പെട്ട നമ്മിലേക്ക് കയറി വരുന്ന പോരിശയാക്കപ്പെട്ട രാവുകളും ദിവസങ്ങളും, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ മഹാത്മ്യങ്ങൾ, മഹത്വങ്ങൾ, പ്രാധാന്യം, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റഡ് ആയി നടക്കുന്ന ക്ലാസ്സുകൾ. നിർബന്ധമായും നിങ്ങൾ ക്ലാസ് ആദ്യാവസാനം കേൾക്കണം. കേട്ടാൽ പോരാ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവർ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് പരിശുദ്ധമാക്കപ്പെട്ട പോരിശയാക്കപ്പെട്ട ശഅബാൻ മാസത്തിന്റെ വളരെ വെറൈറ്റി നിറഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. നമ്മൾ ഏകദേശം പരിശുദ്ധ ശഅബാനിന്റെ പകുതിയിലേക്ക് ചേരാൻ വേണ്ടി അടുത്ത് നിൽക്കുന്നൊരു സന്ദർഭമാണ്. അതായത് നമ്മിലേക്ക് പരിശുദ്ധമായ ബറക്കത്തിന്റെ തേന്മഴ പെയ്യുന്ന പോരിശയാക്കപ്പെട്ട ബറാഅത്തു രാവ് അൽഹംദുലില്ലാഹ് നമ്മിലേക്ക് കയറി വരാൻ അടുത്ത് നിൽക്കുകയാണ്. വരുന്ന ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച അസ്തമാന ശോഭയോടെ മഗ്‌രിബ് വാങ്കോടെ കയറി വരാൻ പോകുന്നത് പോരിശയാക്കപ്പെട്ട ബറാഅത്തു രാവാണ്. ആ രാവിന്റെ എല്ലാ പോരിശയും കിട്ടാൻ, ആ രാവിൽ അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാ ബറക്കത്തും കിട്ടാൻ നമുക്ക് എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ചൊല്ലാൻ പറ്റുന്ന, ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് പറയാനുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് ശഅബാനിലെ, പ്രത്യേകിച്ച് ബറാഅത്ത് രാവിന് മുമ്പായി ബറാഅത്തിലെ നനച്ചുകുളി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് ഓരോ കുടുംബങ്ങളിലും, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഓരോ കുടുംബങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരും ഉമ്മമാര് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നനച്ചുകുളി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും യഥാർത്ഥത്തിലുള്ള നനച്ചുകുളി, അതിന്റെ രൂപം എങ്ങനെയാണ് പലർക്കും അറിയില്ല. അവിടെ സാധാരണ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി, പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി, ഒന്ന് ഭംഗിയാക്കി, ഒന്ന് കഴുകി ശുദ്ധീകരിക്കും നമ്മുടെ വീട്, പരിസരം, റൂമുകളൊക്കെ. അതാണ് അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നനച്ചുകുളി. അത് പോരാ, അത് അതിൻ്റെ ഒരു കമാലിയത്തായില്ല, പൂർണ്ണതയായില്ല. നനച്ചുകുളിയായി സാധാരണ നമ്മൾ നടത്തുന്ന, സഹോദരിമാരെ നടത്തുന്ന വീടും പരിസരവും ശുദ്ധീകരിക്കൽ, അത് ഏറ്റവും നല്ല അമലാണ്. അത് പരിശുദ്ധ റമളാനിനെയും ബറാഅത്ത് രാവിനെയും അള്ളാഹുവിന്റെ വിരുന്നുകാരൻ, അല്ലാഹുവിന്റെ പ്രഗത്ഭരായ ഇത്തരം വിരുന്നുകാരെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെയാണ്. അത് നമ്മെക്കൊണ്ട്, വീട്ടുകാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പിന്നെ വർക്കുകൾ, നമ്മൾ മലയാളിക്ക് പറ്റാത്ത ബംഗാളി വിളിച്ചുകൊണ്ടൊക്കെ വീട് വൃത്തിയാക്കുന്നവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. വീടൊക്കെ അടിപൊളിയാക്കണം, പരിസരമൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആക്കണം. കാരണം അള്ളാഹുവിന്റെ വിരുന്നുകാർ, പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട പോരിശയാക്കപ്പെട്ട ബറാഅത്ത് രാവിന്റെ പ്രഗത്ഭരായ മലക്കുകളൊക്കെ ഇറങ്ങി വരാൻ പോകുന്ന നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കണം. അള്ളാഹുവിന് ഇഷ്ടമാണ്, മലക്കുകൾക്ക് ഇഷ്ടമാണ്. യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നവരോട് അള്ളാഹുവിന് ഇഷ്ടമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അത് തന്നെയാണ്, ഈമാനുള്ളവരുടെ അടയാളമാണ് വൃത്തി എന്ന്. നിർബന്ധമായിട്ടും വേണം, മലക്കുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പിന്നെ ശുദ്ധീകരണം, കഴുകിപ്പറക്കൽ എന്നൊക്കെ നമ്മൾ പറയും സാധാരണ നാടൻ ഭാഷയിൽ, അതൊക്കെ നമ്മൾ നടത്തണം. അത് നനച്ചുകുളിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണെങ്കിലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വശം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ നടത്തേണ്ടത് ഈ ഒരു ശുദ്ധീകരണം, നനച്ചുകുളി നടത്തേണ്ടത് എവിടെയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം, മൻലർ, അള്ളാഹുവിന്റെ ദർശന ഇടം, അള്ളാഹു നോക്കുന്നിടം, അവിടെ ഏറ്റവും വൃത്തിയായിരിക്കണം. അവിടെയാണ് ബറാഅത്ത് രാവിന് മുമ്പ് ഈ ശഅബാനിൽ നനച്ചുകുളി നടത്തേണ്ട പ്രധാനപ്പെട്ട ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ശരീരത്തിന്റെ പൊക്കവും വണ്ണവും ഇതൊന്നും അള്ളാഹുവിന്റെ മെയിൻ ഹിക്മത്തിന്റെ ടാർഗറ്റിന്റെ ഒരു ഭാഗമല്ല. അള്ളാഹു മെയിനായിട്ട് നോക്കുന്നത് അവിടേക്കല്ല. വലാ ഇലാ സുവരിക്കും,
നിങ്ങളുടെ രൂപവും ആറ്റിറ്റ്യൂഡും ഇതൊന്നുമല്ല അള്ളാഹുവിന് വിഷയം അതൊന്നുമല്ല. പിന്നെയോ വലാക്കിൻ യൻദുറു ഖുലൂബിക്കും, അള്ളാഹുവിൻ്റെ മൻലർ, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം എന്ന് പറയുന്നത് വിശ്വാസികളായ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മുടെ മനസ്സിലേക്കാണ്, കൽബിലേക്കാണ്. ആ കൽബ് എത്ര ശുദ്ധിയാണോ, ആ കൽബ് എത്രയേറെ വൃത്തി വന്നിട്ടുണ്ടോ, അതാണ് അള്ളാഹുവിൻ്റെ നോട്ടം. ആ വൃത്തി അനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ശഅബാനിൽ, പ്രത്യേകിച്ച് ബറാഅത്ത് രാവിൽ അള്ളാഹു പരിഗണിക്കുന്നത്. ഹൃദയശുദ്ധീകരണം, മനസ്സ് കൽബ് വൃത്തിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ നനച്ചുകുളി തത്വഹീറുൽ ഖൽബാണ്. ഹൃദയം നനച്ചു കുളിക്കുക എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ധർമ്മമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ഹൃദയത്തിന് കൽബിന് നനച്ചുകുളി ഉണ്ടാകണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ നമുക്കൊന്ന് നോക്കാം. അതിന് ഏതൊക്കെ ടൂൾസാണ് വേണ്ടതെന്ന് നോക്കാം. ആ ഒരു നനച്ചുകുളിക്ക് നിർബന്ധമായും ഫസ്റ്റ് വൺ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. പറഞ്ഞല്ലോ ശഅബാൻ സ്വലാത്തിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും മാസം. സഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹു ശൈലി മുസ്ഹഫിലേക്ക് ഇങ്ങനെ മുഖം കിടക്കുമായിരുന്നു എന്നാണ്. മുഖം കിടക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറക്കം നോക്കിയിട്ട് മുഖം വെച്ചുറങ്ങി പോകുന്നല്ല, പിന്നെ മുസ്ഹഫിലേക്ക് ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതാൻ അറിയുന്നവരും അറിയാത്തവരും ഒന്നുകൊടുത്തിട്ട് മുസ്ഹഫ് ഒന്ന് തുറന്നു വെച്ചിട്ട് ആ മനോഹരമായ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ എഴുത്തുകളിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റുമോ? എന്തുണ്ടാകുന്നതെന്നറിയോ? അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ ഹൃദയത്തിന് ശുദ്ധീകരണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ ഹൃദയവും തുരുമ്പ് പിടിക്കുന്ന പോലെ നശിച്ചു പോകും. വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, അങ്ങനെ തുരുമ്പ് കീറിയ കറ പുരണ്ടു പോയ മാലിന്യമുള്ള ഞങ്ങളുടെ ഹൃദയം എങ്ങനെ ശുദ്ധീകരിക്കും നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതിന് ഏത് മരുന്നാണ് ഞങ്ങൾ പ്രയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്ന് ഖിറാഅത്തുൽ ഖുർആൻ, മറ്റൊന്ന് ദിക്റുൽ മൗത്താണ്. ഒന്ന് ഖുർആൻ പാരായണം, ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക. അത് നാവുകൊണ്ട് ഓതാൻ അറിയുന്നവരുണ്ട്, കണ്ണുകൊണ്ട് ഓതാൻ, നാവുകൊണ്ട് ഓതാൻ അറിയില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ കണ്ണുകൊണ്ട് ഓതുന്നതിന് എന്താ വിരോധം? കണ്ണുകൊണ്ട് ആ വരികൾക്കിടയിലൂടെ ഇങ്ങനെ നോക്കുക. അത് മനുഷ്യൻ്റെ ഹൃദയം നന്നാക്കാൻ തത്വഹീറുൽ ഖൽബിന് ഏറ്റവും നല്ല എഫക്റ്റീവായ മാർഗമാണ്. അത് നിർബന്ധമായി നമ്മൾ ഈ ശഅബാനിൻ്റെ അല്ലെങ്കിൽ ബറാഅത്ത് രാവിന് മുമ്പുള്ള നനച്ചുകുളിയിൽ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഭാഗമാണ്. നിർബന്ധമായും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ മുസ്ഹഫ് തുറന്നിട്ട് അതിലേക്ക് നോക്കുന്ന ശൈലി ഉണ്ടാക്കണം. ഓതാൻ അറിയുന്നവർ ഓതുന്ന ശൈലി ഉണ്ടാക്കണം. ഇനി കേട്ടുള്ളൂ രണ്ടാമത് ദിക്റുൽ മൗത്താൻ, മരണചിന്ത. അത് വിശ്വാസി നന്നാക്കുന്നത് പോലെ ഈ ലോകത്തൊരു വാല് പറയുന്ന ആൾക്ക് ഒരാളെയും നന്നാക്കാൻ പറ്റില്ല. എനിക്ക് നന്നാകാൻ എൻ്റെ മരണം മതിയാകും. ഞാനങ്ങ് ചിന്തിച്ചാൽ മതി, പടച്ചോനെ ഈ ക്ലാസ് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങ് മരിച്ചു പോയാൽ മരിക്കൂല എന്ന് ആർക്കും ഒരു ഗ്യാരണ്ടിയും പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ ഉമ്മയ്ക്ക് പറയാൻ പറ്റുമോ, മോനെ ഇന്നത്തെ ക്ലാസ് നീ എടുത്തോളൂ, അതിനിടയിൽ നീ മരിക്കൂല? ജന്മം നൽകിയ ഉമ്മക്ക് പറയാൻ പറ്റാത്ത, ലോകത്തൊരു പടപ്പിനും പറയാൻ പറ്റാത്ത എല്ലാ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളും എല്ലാ സയൻസും മുട്ടുമടക്കിയൊരു വിഷയമാണ്. ഒരു മനുഷ്യൻ്റെ മരണം പറയാ, അതിന് ഒരു 10 മിനിറ്റത്തേക്ക് ഞങ്ങൾ താമസം ചെയ്തു തരാം എന്ന് പറയാൻ ലോകത്തൊരു പടപ്പിനും പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിൻ്റെ പ്രഗത്ഭമായ അള്ളാഹുവിൻ്റെ അമ്രാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു സാഹചര്യത്തിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മരണം പറയാൻ പറ്റില്ല. നമ്മൾ അടുത്ത പ്ലാനിങ്ങോടെ നാളെ അങ്ങനെയാകണം, ബറാത്ത് രാവിലെ ഇങ്ങനെ ചെയ്യണം, പിന്നെ അടുത്ത ദിവസം അവിടെ പോകണം, ഇവിടെ പോകണം, കല്യാണം അങ്ങനെയാക്കണം, ഒക്കെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിങ്ങാണ് അല്ലേ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാവും കൂടെയാണ് ശഅബാൻ 15 ബറാത്ത് രാവ്. ഒരു മനുഷ്യൻ്റെ അടുത്ത വർഷം വരെയുള്ള അതിനിടയിൽ മരിക്കേണ്ടവരാരാണ്? ഹദീസുകളൊക്കെ കാണാം, മരിക്കേണ്ടവർ. അവിടെ നമ്മൾ ദീർഘായുസ്സിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ കിടക്കുന്നില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ, ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുക. അള്ളാഹുവേ, ഇന്നാണോ എൻ്റെ മരണം? ഇന്നാകൂല്ല, നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഇന്നാണോ എന്ന് നിൻ്റെ ഖലായിലുണ്ട്, എനിക്കറിഞ്ഞൂടാ അള്ളാഹു ഇന്ന് മരിച്ചു പോയാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ എനിക്ക് മാപ്പാക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ ആ വേദനയുണ്ടല്ലോ, ആ നൊമ്പരം ഏറ്റവും വലിയ തത്വഹീറുൽ ഖൽബാണ്. ഹൃദയം കഴുകി ശുദ്ധീകരിക്കാൻ സ്വന്തം മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള കണ്ണീര് മതിയാകും. അത് നിർബന്ധമായിട്ടും വേണം. മൂന്നാമത്തെ ഇസ്തിഗ്ഫാറാണ്. ശഅബാനിലെ ബറാത്ത് രാവിന് മുമ്പുള്ള നിർബന്ധമായ നനച്ചുകുളിയിൽ മൂന്നാമത് നമ്മളുടെ കയ്യിലുണ്ടാകേണ്ട ടൂൾസ് ഇസ്തിഗ്ഫാറാണ്.
അസ്തഗ്ഫിറുല്ലാഹൽ അദീം, വേദനിച്ചുകൊണ്ട്, ചുമ്മാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ല, വേദനിച്ചുകൊണ്ട് റബ്ബേ ചെയ്തു പോയി, ഒരുപാട് സംഭവിച്ചു പോയി, അപരാധങ്ങൾ എമ്പാടും സംഭവിച്ചു പോയി, എനിക്ക് നീ മാപ്പ് തരണം, എനിക്ക് എവിടെയും പോകാനില്ല, തെറ്റ് ചെയ്തു എന്നുള്ളതിൽ എനിക്കും നിനക്കും എല്ലാം അറിയാലോ അല്ലാ. ഞാൻ വലിയ കേമനാണെന്നാണ് ആളുകൾ വിചാരിച്ചത്, ഞാൻ കുഴപ്പമില്ലാത്ത ആളാണെന്നാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക, അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഈ കാണുന്ന ജനങ്ങളെക്കാൾ ഏറ്റവും മോശം ഞാനാവും, എനിക്ക് നീ മാപ്പ് തരണേ റബ്ബേ എന്നുള്ള മനസ്സിൻ്റെ ആ തേട്ടമുണ്ടല്ലോ, വൻപാപങ്ങളെ കരിച്ചു കളയുന്ന ഈ തേട്ടമാണ് ആ തേട്ടം. ആ ഇസ്തിഗ്ഫാർ ഉണ്ടാകണം. പിന്നെയോ മനസ്സ് നിറച്ച് തൗബ. തൗബ എന്ന് പറഞ്ഞാൽ കേവല തൗബയല്ല, ഒന്നോ രണ്ടോ വരിയോ കാണാൻ പഠിച്ചിട്ടോ അല്ലെങ്കിൽ നോക്കി വായിച്ചിട്ടുള്ള തൗബയല്ല. മനസ്സ് വേദനിച്ചുകൊണ്ട് റബ്ബേ എനിക്ക് വല്ലാത്ത നൊമ്പരുണ്ട്, ഇനി ഞാൻ ചെയ്യൂല അല്ലാ, ഇനി ചെയ്യൂല, നീ എന്നെ സഹായിക്കണം, ഇനി ഞാൻ തെറ്റിലേക്ക് മടങ്ങൂല, ഞാൻ ഒരിക്കലും മടങ്ങൂല, എന്നെ നീ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞ നസുഹായ തൗബ, കറകളഞ്ഞ തൗബ, തെറ്റിന്ന് പൂർണ്ണമായിട്ട് മാറി നിന്നിട്ടുള്ള തൗബ. ആ തൗബ നിർബന്ധമായും പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തണം. അതാണ് നനച്ചുകുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം. അതെല്ലാം നമ്മൾ തീർച്ചയായും നിർവഹിക്കണം. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ നോക്കിയിരിക്കണം. അറിയുന്നവർ ഓതണം, അല്ലാത്തവർ കണ്ണുകൊണ്ട് അതിലേക്ക് പരിശുദ്ധ കലാമിലേക്ക് നോക്കണം. രണ്ടാമത് നമ്മുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നന്നാകണമെന്നുള്ള ചിന്ത കൽബിലേക്ക് വരണം. മൂന്നാമത്തെ മനസ്സറിഞ്ഞ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, വേദനിച്ചു പറയണം, കറകളഞ്ഞ തൗബ, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയി, വേദനയുണ്ട്, ഞാൻ മാറി നിന്നു, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറിയുന്നു, ഇനി ഒരിക്കലും ചെയ്യൂല അല്ലാ. ആ ഒരു തീരുമാനം അല്ലാഹുവിൻ്റെ മുന്നിൽ നമ്മൾ വെക്കണം. ഇത് നിർബന്ധമായി നമ്മുടെ നനച്ചുകുളിയിൽ ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ നനച്ചുകുളിയുടെ ഭാഗമാണ്. അത് നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് വീട് ശുദ്ധിയാക്കൽ, പരിസരം ശുദ്ധിയാക്കൽ. അതും നിർബന്ധമായിട്ട് നമ്മൾ നടത്തി വെക്കണം. കാരണം റഹ്മത്തിൻ്റെ മലക്കുകൾ വരുമ്പോൾ ചില വീട്ടിലേക്ക് വരുന്നത് അവർക്ക് വല്ലാത്ത ദേഷ്യമാണ്. ഒരിക്കലും വരില്ല, അവിടെ യാസീൻ ഓതിയാലും വരില്ല. എന്തുകൊണ്ട്? ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് ഇറങ്ങാൻ പര്യാപ്തമായ ഫലങ്ങൾ, ഗുണങ്ങൾ ഇല്ലാതെ പോകുമ്പോഴാണ്. അതൊന്നും ഉണ്ടാകാൻ പാടില്ല. വീട് എപ്പോഴും വൃത്തിയാകണം, പരിസരം വൃത്തിയാകണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഈ നനച്ചുകുളിയുടെ ഭാഗം അള്ളാഹിനോട് തൗബ ചെയ്യുമ്പോൾ, പാപമോചനത്തിന് തേടുമ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അതിനു മുമ്പ് ഇപ്പം നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടി പോവാം. അള്ളാഹു കുറച്ചേരം ഇരുന്നിട്ട് അള്ളാഹിനോടൊന്ന് തൗബ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് മാപ്പാക്കണേ റബ്ബേ എന്നൊന്ന് തേടാം എന്ന് വിചാരിച്ച് നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ അതിന് മുന്നോടിയായി ഒളു എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രസന്റ് ചെയ്യുന്നുണ്ട്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. എന്താ? ഒരു അടിമ ഒരു തെറ്റ് ചെയ്തു, അതിനെക്കുറിച്ച് ഇനി ചർച്ചയില്ലല്ലോ, ആലോചിക്കേണ്ടതില്ലല്ലോ, ഏതായിരുന്നാലും എമ്പാടും ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തു. അതിനുശേഷം ശുദ്ധീകരിച്ച് ഒന്നു എടുത്ത് വന്നിട്ട് നിസ്കാരത്തിലേക്ക് കടന്നു. അപ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മതിയാകും. ഇമാമികൾ സ്വലാത്ത് തൗബ, തൗബയുടെ സുന്നത്ത് നിസ്കാരം എന്ന പേരിൽ നിസ്കാരം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തൗബയുടെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, ആ നിയ്യത്തോടെ കൈകെട്ട വജ്ഹത്ത് ഓതുക, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഇഷ്ടമുള്ള സൂറത്ത് നമുക്ക് പാരായണം ചെയ്യാം, ഇഷ്ടമുള്ളത് കഴിയുമെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. അങ്ങനെ ഓതി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റുപറയാം. മാപ്പ് തരണേ എന്ന് കൽബ് തുറക്കാം. കോടിക്കണക്കിന് തിന്മ ആ നിസ്കാരം കഴിയുന്നതോടെ അതിനുശേഷമുള്ള തൗബയോടെ അള്ളാഹു മാപ്പ് നൽകും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അങ്ങനെ ചെയ്താൽ, അങ്ങനെ നിസ്കരിച്ചാൽ ഇല്ലാ ഗഫറ ലഹു എന്നാണ്. ഇല്ലാ ഗഫറല്ലാഹു ലഹു, അള്ളാഹു മനുഷ്യന് പുറത്തു കൊടുക്കാതെ പോകില്ല, ഒരിക്കലും പാഴാകില്ല നിസ്കാരവും ആ തൗബയും. അപ്പോൾ യഥാർത്ഥത്തിൽ നനച്ചുകുളി എന്ന് പറയുന്നത് ഇതാണ്. അത് നടത്താൻ വേണ്ടി നമ്മൾ ഉടൻ തയ്യാറാകണം. ഇനി സമയമില്ല, ബറാഅത്ത് രാവിത കയറി വരാൻ പോവാണ്. അപ്പോൾ ഇന്ന് മുതൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി സജ്ജമാകണം. അതിനുവേണ്ടി സജ്ജമാകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം വേണോ ഈ നനച്ചുകുളി നടത്താൻ? വേണ്ട. ഒരുപാട് അധ്വാനം ചെയ്ത് വേർക്കണോ? വേണ്ട. നിസ്സാരമായ സമയം പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് കറകളഞ്ഞ് നിന്ന് തൗബ ചെയ്യണം, മനസ്സുരുകിയിട്ടൊന്ന് പറയണം. മിനിറ്റുകൾ മതിയാകും നനച്ചുകുളി, അത് മതിയാകും ഒരായുസിൻ്റെ ഒരു വയസ്സിൻ്റെ മുഴുവൻ ലാഭം കിട്ടാൻ. അത് ശ്രദ്ധിക്കാതെ പോയാൽ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ വല്ലാത്ത നഷ്ടം ഉണ്ടാകും. അത് എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ക്ലാസ് വിനിയോഗിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, നിങ്ങൾ ഒരുപാട് കമൻറ്റിലൂടെ സന്തോഷം പറയുന്നു, വലിയ റാഹത്താണ്.
വലിയ സന്തോഷമാണ്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാവരെയും ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കളുടെ കാര്യം, പരീക്ഷയുടെ എക്സാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ ഏൽപ്പിക്കുകയാണ്. അള്ളാഹു ഹസ്വിലാക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ കമൻറ്റുകൾ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം. അതിൽ നിങ്ങൾ റിവേഴ്സ് പോകരുത്. പിന്നെ ലൈക്ക് ചെയ്യണം. ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ചാനൽ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഈ ചാനലിൻ്റെ കുടുംബമാകണം. അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവട്ടം, പ്രത്യേകിച്ച് പരിശോധിക്കപ്പെട്ട ശഅബാൻ 15 ബറാഅത്തുരാവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇക്കൊല്ലത്തെ 2026 പരിശുദ്ധമായ ബറാഅത്തുരാവ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.